നമസ്തേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകം ഇങ്ങനെ ആകും എന്നൊന്നും സങ്കല്പിക്കാൻ വരെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ സമയത്ത് എഴുതപ്പെട്ടിരിക്കുന്ന പുരാണങ്ങളിൽ എസ്പെഷ്യലി ശ്രീമദ് ഭാഗവതം പരിശോധിക്കുന്ന സമയത്ത് ഇന്നത്തെ കാലത്തെക്കുറിച്ചുള്ള അത്ഭുതകരമായ പ്രവചനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കലിയുഗത്തിനെ കുറിച്ചിട്ടുള്ള റെഫറൻസുകൾ പല മതങ്ങളിലും വരും കാലത്തെക്കുറിച്ച് പല രീതിയിലുള്ള പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അത്ഭുതകരമായതും ഇത്ര കൃത്യമായിട്ടുള്ളതുമായിട്ടുള്ള പ്രവചനങ്ങൾ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലും അല്ലെങ്കിൽ ഹിന്ദുയിസത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഗ്രന്ഥങ്ങളിലാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. കാരണം വളരെ സബ്റ്റിലായിട്ടുള്ള കാര്യങ്ങൾ, ആളുകളിൽ ഉണ്ടാകുന്ന മനഃശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ പോലും യുക്തിപരമായിട്ട് അഥവാ യുക്തിസഹജമായിട്ട് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഭാവിയിൽ ഒരു കൽക്കി വരുമോ, അല്ലെങ്കിൽ യേശുക്രിസ്തു രണ്ടാമത് വരുമോ, അല്ലെങ്കിൽ ഈസാനബി രണ്ടാമത് വരുമോ, ഇത്തരം വിഷയങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. കാരണം നമുക്ക് യാതൊരു ഉറപ്പുമില്ലാത്ത കാര്യമാണ്. മതങ്ങളുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത് ദൈവം പണ്ട് മനുഷ്യനോടൊപ്പം ഉണ്ടായിരുന്നു, ദൈവവും ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ എതിരാളികളും ഉണ്ടായിരുന്നു. ഭാവിയിൽ ഇവർ വീണ്ടും വരികയും ചെയ്യും. എന്നാൽ വർത്തമാന കാലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരാരും ഇല്ലതാണ്. ഇനി ഉൽപ്പത്തിയെക്കുറിച്ചാണെങ്കിൽ ഏത് മതത്തിലെടുത്ത് നോക്കിയാലും മതങ്ങൾക്ക് അതിൻ്റെതായ എക്സ്പ്ലനേഷൻസ് ഉണ്ട്, ഭാവിയെക്കുറിച്ച് അതിൻ്റെതായ പ്രഡിക്ഷൻസ് ഉണ്ട്. ഇതിനെയെല്ലാം അപ്പാടെ വിഴുങ്ങുക എന്നുള്ളതിൽ നിന്ന് മാറി പ്രധാനമായിട്ടും നമ്മൾ ഹിന്ദുയിസ്റ്റിക് കൾച്ചറിലേക്ക് വരുന്ന സമയത്ത് കുറെ ലോജിക്കൽ എക്സ്പ്ലനേഷൻസ് കാണാൻ സാധിക്കും. കാരണം ഹിന്ദുയിസത്തിന് പ്രധാനമായിട്ടും ഒരു സിംഗിൾ ഫിലോസഫി അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്കൂൾ ഓഫ് തോട്ടിന്റെ സപ്പോർട്ടിനപ്പുറത്തേക്ക് അത് പല വിധത്തിലുള്ള ചിന്താധാരകളെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പല സ്കൂൾ ഓഫ് തോട്ട്സിനെയും നമുക്ക് ഹിന്ദുയിസം മൊത്തത്തിൽ പരിശോധിച്ച് കഴിയുന്ന സമയത്ത് വേദങ്ങളും പുരാണങ്ങളും അടക്കം അനേകം ഗ്രന്ഥങ്ങളുണ്ട്. ഇതൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് പല തോട്ട് സ്ട്രീമുകൾ, പല ചിന്താധാരകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തു തന്നെയാണെങ്കിലും അത്രയും പണ്ട് കാലത്ത് എഴുതപ്പെട്ടിരിക്കുന്ന സ്ക്രിപ്റ്റേഴ്സിൽ അല്ലെങ്കിൽ ഈ സേക്രഡ് ടെക്സ്റ്റുകളിലൊക്കെ എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ കാലത്തിനെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്കിതിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് വളരെ അത്ഭുതകരമായിട്ട് തോന്നി. എസ്പെഷ്യലി ശ്രീമദ് ഭാഗവതത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഞാനിത് ഏതെങ്കിലും സ്ക്രിപ്റ്റേഴ്സിലെ റെഫറൻസ് ഉദ്ധരിച്ചുകൊണ്ടല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിലുള്ള വ്യക്തിപരമായിട്ട് ഇത് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങളും എനിക്ക് മനസ്സിലായ കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ അതിൽ പരിമിതികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരിക്കാം. അത് ക്ഷമിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലേക്ക് പോകുന്ന സമയത്ത് പല ഭാഗങ്ങളിലായിട്ട്, പല ശ്ലോകങ്ങളിലായിട്ട് കലിയുഗത്തെക്കുറിച്ചുള്ള പ്രഡിക്ഷൻസ് എസ്പെഷ്യലി ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മഹാഭാരതത്തിലേക്ക് വരുന്ന സമയത്തും നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനും പഞ്ചപാണ്ഡവന്മാരുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിനെ എല്ലാത്തിനെയും അടിസ്ഥാനമാക്കിയിട്ടാണ്, കംപ്രൈസ് ചെയ്തിട്ടാണ്. കാരണം ഞാൻ പറയാൻ പോകുന്ന കാര്യം പല വേർഷൻസിൽ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയൊക്കെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതിൽ ചിലപ്പോൾ രണ്ടിലും കൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ഇതിന്റെ ഒരു വേർഷൻ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുകയുള്ളൂ. എനിവേ, ഞാൻ സ്ക്രിപ്റ്റേഴ്സ് റീഡ് ചെയ്യുകയല്ല, വളരെ ചുരുക്കി എൻ്റെതായിട്ടുള്ള രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും എൻ്റെ ഓർമ്മയിൽ നിന്നുമായിട്ട് പറയുകയാണ്. ഈ കലിയുഗത്തിനെ കുറിച്ചിട്ടുള്ള ആകാംക്ഷ ഉണ്ടാകുന്ന സമയത്ത് പഞ്ചപാണ്ഡവന്മാർ ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കുകയാണ്, കലിയുഗത്തിന്റെ പ്രത്യേകതകൾ എങ്ങനെയൊക്കെ ആയിരിക്കും. അതിനെക്കുറിച്ച് അവർ ക്യൂരിയസ് ആയി. അപ്പോൾ ഭഗവാൻ പറയുന്നത്, ഇത് പറഞ്ഞു തന്നാൽ മനസ്സിലാവുന്ന ഒരു കാര്യമല്ല, ഞാനത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം എന്നുള്ള രീതിയിൽ അവരുടെ മുന്നിലേക്ക് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഈ ചോദ്യം കേട്ടതിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ വില്ലെടുത്ത് 4 അമ്പുകൾ 4 ദിശയിലേക്ക് തൊടുക്കുകയാണ്. അവിടെ പഞ്ചപാണ്ഡവരിൽ യുധിഷ്ഠിരൻ ഒഴികെയുള്ളവരായിരുന്നുണ്ടായിരുന്നുള്ളത്. അതുകൊണ്ട് 4 അസ്ത്രങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. 4 ദിശയിലേക്ക് ഇത് പോവുകയാണ്. അതിനുശേഷം ഭഗവാൻ പറയുകയാണ്, നിങ്ങൾ ആ അസ്ത്രങ്ങൾ പോയ ദിശയിലേക്ക് പോയിട്ട് അത് തിരിച്ചെടുത്തുകൊണ്ട് വരിക, കാണുന്ന കാഴ്ചകൾ ശ്രദ്ധിച്ചിട്ട് അത് എന്താണെന്നുള്ളത് പറയുക എന്നുള്ളത്. അങ്ങനെ ഇവർ 4 ദിശയിലേക്ക് പോകുന്നു. ഇത് ഒരു വേർഷനാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ വേർഷനിൽ പറയുന്നത് യുധിഷ്ഠിരനും ഉണ്ടായിരുന്നു, പഞ്ചപാണ്ഡവന്മാർ 5 പേരും അവിടെയുണ്ട്. അവർ ചോദിക്കുന്ന സമയത്ത് ഭഗവാൻ പറയുകയാണ്, ഈ കലിയുഗത്തിനെ കുറിച്ച് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ്, അതുകൊണ്ട് 5 ദിശകളിലേക്ക് പോയി അവിടെ കാണുന്ന കാഴ്ചകൾ കണ്ടിട്ട് വന്നു പറയുക എന്ന് പറയുകയാണ്. അപ്പൊ ആദ്യത്തെ വേർഷനിൽ 4 ലക്ഷണങ്ങളാണുള്ളൂ, രണ്ടാമത്തേതിൽ 5 എണ്ണം ഉണ്ട്. ഞാൻ ഈ 5 എണ്ണവും കൂടി ഉള്ളതാണ് തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഒന്നാമത്തെ ദിക്കിലേക്ക് യുധിഷ്ഠിരനാണ് സഞ്ചരിക്കുന്നത്. അദ്ദേഹം അവിടെ പോയി നോക്കുന്ന സമയത്ത് സർപ്രൈസിംഗ്ലി 2 തുമ്പികൈയുള്ള ഒരു ആനയെ കാണാനായിട്ടിടയായി. അദ്ദേഹം വന്നത് ഭഗവാനോട് പറയുകയാണ്. അപ്പൊ ഇങ്ങനെ ഇവർ കണ്ട കാഴ്ചകൾ പറയുന്ന സമയത്ത് ഭഗവാൻ ഓരോന്നും ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, അതിനെ ഡീകോഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം കൃഷ്ണ ഭഗവാന് ത്രികാല ജ്ഞാനമുണ്ട്. മറ്റുള്ളവർക്ക് ഈ ത്രികാല ജ്ഞാനത്തിനെ നേരെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പെർസീവ് ചെയ്യാൻ പറ്റിക്കണമെന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള മെത്തേഡ്സ് ഉപയോഗിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എനിവേ, അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, 2 തുമ്പിക്കൈയുള്ള ആനയെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഭാവിയിൽ കലിയുഗത്തിന്റെ സമയത്ത് അധികാര സ്ഥാനങ്ങളിലുള്ള ആളുകൾ അല്ലെങ്കിൽ അധികാരികൾ,
നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പൊ നമ്മുടെ ഈ കാലഘട്ടത്തിൽ അധികാരികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയൊക്കെയാണ്? ചിലപ്പോൾ മതത്തിന്റെ അധികാരികൾ ഉണ്ടാകും, രാഷ്ട്രത്തിന്റെ അധികാരികൾ ഉണ്ടാവും, പാർട്ടികളും രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ളതുമായിരിക്കാം. അവര് പുറത്ത് കാണിക്കുന്നതല്ല അകത്ത് കാണിക്കുന്നത്. പുറത്തൊന്ന് പറയുന്നു, അകത്ത് മറ്റൊന്ന് പറയുന്നു. ഇതാണ് ഈ രണ്ട് തുമ്പിക്കൈ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുകയാണ്. ഇനി രണ്ടാമത്തെ ദിശയിലേക്ക് പോയിട്ടുള്ള അസ്ത്രം തേടിപ്പോയത് അർജുനനായിരുന്നു. അദ്ദേഹം പോകുന്ന വഴിക്ക് ഇങ്ങനെ അസ്ത്രം കണ്ടെത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ഥലത്തെത്തുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ്. കാരണം അക്കാലത്ത് സീക്രട്ട് ആയിട്ട് കരുതിയിരുന്ന കുക്കു അല്ലെങ്കിൽ കുരുവി, ഈ പക്ഷി അതിമധുരമായിട്ടുള്ള രീതിയിൽ മന്ത്രോച്ചാരണങ്ങൾ നടത്തുകയാണ്. അപ്പൊ ഈ മന്ത്രോച്ചാരണങ്ങൾ നടത്തുന്നതിന്റെ കൂടെ ഇദ്ദേഹം ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുയലിനെ, ജീവനുള്ള മുയലിനെ ഇങ്ങനെ കൊത്തി തിന്നുന്നുമുണ്ട്. അപ്പൊ ഇത് സാധാരണ ഇങ്ങനെ വിശുദ്ധമായിട്ട് കാണുന്ന ഒരു പക്ഷി മന്ത്രോച്ചാരണം ആ ഒരു രീതിയിൽ വളരെ മധുരമായിട്ട് പാടുകയും എന്നാൽ ഈ മുയലിനെ, ജീവനോടുള്ള മുയലിനെ ഇങ്ങനെ കൊത്തി തിന്നുന്നത് കണ്ടപ്പോൾ അർജുനന് വളരെ ബുദ്ധിമുട്ടായി. അദ്ദേഹം തിരിച്ചു വന്ന് ഭഗവാനോട് ഈ കാര്യം പറഞ്ഞ സമയത്ത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഇനി ഞാൻ പറഞ്ഞു, കഥയുടെ രണ്ടാമത്തെ വേർഷനിലാണെങ്കിൽ അർജുനൻ കണ്ട കാഴ്ചയായിട്ട് പറയുന്നത് ചിറകിൽ വേദങ്ങൾ എഴുതിയിട്ടുള്ള പക്ഷി ശവശരീരം കൊത്തി തിന്നുന്ന ഒരു കാഴ്ച കണ്ടതായിട്ടാണ്. എനിവേ, എന്ത് തന്നെയാണെങ്കിലും ഭഗവാൻ ഇതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിങ്ങും ഫാസിനേറ്റിംഗുമായിട്ട് തോന്നും. കാരണം അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിട്ടുള്ള ഈ ലിഖിതങ്ങളിൽ ഇന്നത്തെ കാര്യത്തെ എത്ര കൃത്യമായിട്ട് പറയുന്നത് എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. അതായത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, പുരോഹിത വർഗത്തിനെ കുറിച്ചാണ്. അതായത് പുരോഹിതർ വളരെ മധുരമായിട്ട് സംസാരിക്കുകയും ആളുകൾ അതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് ചെല്ലുകയും ചെയ്യുന്നു. പക്ഷേ അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ഡിവോട്ടീസിനെ ഊറ്റിയെടുക്കുകയാണ് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ബൈബിളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഈ അന്തിമ വിധിനാള് അടുക്കുന്ന സമയത്ത് ആന്റി ക്രൈസ്റ്റ്, അവന് മുന്നായിട്ട് അവന്റെ പ്രവാചകരും വരുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ എസ്പെഷ്യലി ആന്റി ക്രൈസ്റ്റ് മധുരഭാഷിയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇവര് ബൈബിൾ എഴുതുന്ന കാലത്തായാലും അതിന് മുൻപേ രചിക്കപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന ശ്രീമദ് ഭാഗവതം എഴുതുന്ന കാലഘട്ടത്തിലായാലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മൾ ഇന്ന് കാണുന്ന സമസ്യകൾ അതിൽ വിവരിച്ചിരിക്കുകയാണ്. അതും എത്ര കൃത്യമായിട്ടാണ്. ആളുകൾ മധുരഭാഷികളായിട്ട് മാറുകയാണ്, അവരിലേക്ക് ആളുകൾ അട്രാക്റ്റഡ് ആയിട്ട് വരുന്നു, എന്നാൽ അവരെ അവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് മതപരമായിട്ടുള്ള മേഖലകളിലാണെങ്കിലും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതോ സമാനമായ മേഖലകളിലോ ആണെങ്കിൽ ഇത് കാണുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് അടുത്ത ദിക്കിലേക്ക് പോയിട്ടുള്ള അസ്ത്രത്തിന്റെ കാര്യമാണ്. അതായത് നമ്മുടെ വേർഷനിലെ സ്റ്റോറിയിൽ മൂന്നാമത്തെ ദിക്കിലേക്ക് പോയിട്ടുള്ള അസ്ത്രത്തിന്റെ കാര്യമാണ്. അവിടേക്ക് പോകുന്നത് സാക്ഷാൽ ഭീമസേനനാണ്. അദ്ദേഹം പോയി അസ്ത്രം പറിച്ചെടുക്കുന്ന സമയത്ത് അവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് 5 കിണറുകളുണ്ട്. ഈ 5 കിണറുകളിൽ മധ്യത്തിലുള്ള കിണറിൽ വെള്ളമില്ല, ചുറ്റിനുമുള്ള 4 കിണറിലും വെള്ളമുണ്ട്. അത് വെള്ളം നിറഞ്ഞൊഴുകുന്നു. ഒരു വേർഷൻ സ്റ്റോറിയിൽ പറയുന്നത് മധുരമുള്ള ജലമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഈ ചുറ്റിനുള്ള കിണറിലൊക്കെ വെള്ളമുണ്ട്, നടുവിലുള്ള കിണറിൽ വെള്ളമില്ല. എന്താണ് ഇതിന്റെ അർത്ഥം എന്നുള്ളത് ഭഗവാനോട് ചോദിക്കുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, കലിയുഗ കാലഘട്ടം വരുന്ന സമയത്ത് പണമുള്ളവന്റെ കയ്യിൽ പണം കുമിഞ്ഞുകൂടും എന്നുള്ളതാണ്. എന്നാൽ ഇത് സാധാരണക്കാരനിലേക്ക് എത്തുന്നുമില്ല. ബൈബിളിലേക്ക് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും, ഉള്ളവന് വീണ്ടും നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടി എടുക്കപ്പെടും. അപ്പൊ നമ്മുടെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യം അങ്ങനെ ഉണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. അതായത് പണമുള്ളവർക്ക് കൂടുതൽ കൂടുതൽ പണം ഉണ്ടാകുന്നു. പണ്ട് തൊട്ടേ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, പണം ഉള്ളവൻ അത് ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷെ ഇല്ലാത്തവന് അതിലേക്ക് എത്താനാണ് വിഷമം എന്നുള്ളത്. ഒത്തിരി പേര് ആവശ്യത്തിലധികം പണമുള്ള ആൾക്കാരുണ്ട്, പക്ഷെ ആ കിണറുകളുടെ കാര്യം പറഞ്ഞതുപോലെ പണമില്ലാത്തവനാണെങ്കിൽ ഇവരാരും കൊടുക്കുന്നതുമില്ല. അപ്പം ഇത് എത്ര കൃത്യമായിട്ടാണ് വർഷങ്ങൾക്ക് മുൻപ്, നമ്മൾ ദ്വാപര യുഗത്തിൽ നടന്ന കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കണം. അത് ഇത്രയും 1000 വർഷങ്ങൾക്ക് ശേഷം എത്ര കൃത്യമായിട്ടാണ് നടത്തപ്പെടുന്നത് എന്നുള്ളത് വളരെയധികം എന്നെ വ്യക്തിപരമായിട്ട് അതിശയിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളും തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഇനിയുള്ളത് നകുലൻ. അടുത്ത ദിക്കിലേക്ക്, 4ാമത്തെ ദിക്കിലേക്ക് അദ്ദേഹം പോയി അസ്ത്രമെടുത്ത് മടങ്ങുന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഒരു പശു പ്രസവിക്കുകയും അതിന്റെ കിടാവിനെ അത് നക്കി തോർത്തുകയാണ്. സാധാരണ പശുക്കൾ പ്രസവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഈ പശു ഈ കിടാവ് നക്കി വൃത്തിയാക്കി കഴിഞ്ഞിട്ടും വീണ്ടും അതിനെ നക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ശക്തമായിട്ട് അമിതമായിട്ട് നക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അവസാനം അവിടെയുള്ള ആളുകൾ ഓടിച്ചെന്ന് ഇതുങ്ങളെ പിടിച്ചു മാറ്റുന്നുണ്ട്. ഈ കിടാവിനെ പിടിച്ചു മാറ്റിയപ്പോഴത്തേനും ഈ കിടാവിന് ഒത്തിരി ഡാമേജസ് വന്നു പോയി എന്നുള്ളതാണ്. അപ്പൊ അത് കണ്ടിട്ട് നകുലൻ അദ്ദേഹം ഭഗവാന്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്താണ് ഇതിന്റെ അർത്ഥം എന്നുള്ളത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കലിയുഗ കാലഘട്ടമാകുന്ന സമയത്ത് മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ വളരെ അമിതമായിട്ട് സ്നേഹിക്കുകയും ലാളിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും.
ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ വളരാൻ പറ്റുകയില്ല. അവരുടെ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരാനൊന്നും സാധിക്കുന്നില്ല. കൂട്ടിലടച്ച കിളിയെ പോലെ ആത്മീയതയിൽ അടക്കമുള്ള കാര്യങ്ങളിൽ വളരാൻ പറ്റാത്ത രീതിയിൽ മുരടിച്ചു പോകും എന്നുള്ളതാണ്. എന്ന് ചിന്തിച്ചു നോക്കുക. ഇന്നത്തെ മാതാപിതാക്കൾ ഞാൻ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു മനഃശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക് ആ ഒരു പഠനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മുതൽ ആ ഒരു പഠനത്തിലേക്ക് പോകാൻ അങ്ങനെ പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ്, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന പാരന്റിങ് പോലെയല്ല ഇപ്പോഴത്തെ പാരന്റിങ് എന്ന് പറയുന്നത്. കാരണം ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്ത് വന്നാൽ പോലും ആ കുട്ടിയുടെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിൽ പോലും ആ കുട്ടി ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു അടിപിടിയൊക്കെ കൂടിയിട്ട് വന്നാൽ ഈ പേരൻസ് അവരുടെ കുട്ടിയുടെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ. ആ കുട്ടീനെ പറഞ്ഞു കൊടുക്കേണ്ടിടത്ത് പറഞ്ഞു കൊടുക്കുന്നു പോലുമില്ല. അപ്പൊ അത്രയും ബ്ലൈൻഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നീതി എന്താണെന്നുള്ളത് എങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. കുട്ടികൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കുന്നില്ല, തിരുത്തുന്നില്ല. ഒടുവിൽ 5-ാമത്തെ ദിക്കിൽ നിന്ന് അസ്ത്രം എടുത്തു വരുന്നത് സഹദേവനാണ്. അദ്ദേഹം കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വലിയൊരു പർവ്വതത്തിൽ നിന്ന് ഒരു പാറ ഉരുണ്ട് താഴേക്ക് പോകുന്നതാണ്. അപ്പൊ അത് പോകുന്ന വഴിക്കുള്ള എല്ലാത്തിനെയും നശിപ്പിച്ചാണ് പോകുന്നത്. പോകുന്ന വഴിക്കുള്ള മരങ്ങളും മറ്റ് ചെറിയ പാറകളെയും വീടുകളെയും എല്ലാത്തിനെയും നശിപ്പിച്ചു പോകുന്ന സമയത്ത് അവസാനം അത് എത്തി തടഞ്ഞു നിൽക്കപ്പെടുന്നത് ഒരു ചെറിയൊരു ചെടിയിലാണ്. അപ്പൊ അദ്ദേഹത്തിന് അത് വളരെ അത്ഭുതമായിട്ട് തോന്നി. അദ്ദേഹം ഭഗവാനോട് ചോദിക്കുന്ന സമയത്ത് ഭഗവാൻ മറുപടി കൊടുക്കുകയാണ്. അതായത് ഈ പാറ ഉരുണ്ടു വന്നതിനെ ഒന്നിനും തടയാനായിട്ട് സാധിച്ചില്ല. പക്ഷെ ഈ ചെറിയ ചെടി എന്ന് പറയുന്നത് ഈശ്വര വിശ്വാസമാണ്, അല്ലെങ്കിൽ ഈശ്വരന്റെ വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കലിയുഗത്തിൽ മനുഷ്യൻ അവസാനം എല്ലാം നശിച്ചു കഴിയുന്ന സമയത്ത്, എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്ന സമയത്ത് ഈ മനുഷ്യൻ അവശേഷിക്കുന്നവര് ഈശ്വരനെ വിളിക്കും. ആ വിളിക്ക് മാത്രമാണ് അവസാനം ഒരു സ്വാന്തനം അവിടെ എത്തിക്കാനായിട്ട് സാധിക്കുന്നതെന്നുള്ള അർത്ഥം വരുന്ന രീതിയിലാണ് ഭഗവാൻ പറയുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഈ ഡയലോഗ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നതാണ്. ഫ്രീ ആയിട്ട് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ശരിക്കും ഇത്തരത്തിലുള്ള അറിവുകൾ ഞാൻ പല മതങ്ങളെക്കുറിച്ചും ഒരുപാട് വായിച്ചിട്ടുണ്ട്, വായിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെയും എത്തിയിട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലായത് വളരെ സബ്റ്റിലായിട്ട് സയൻസ് കൊടുത്തേക്കുകയാണ്. ഇനി ശ്രീമദ് ഭാഗവതത്തിലെ മറ്റ് ചില ഭാഗങ്ങളിലും കൂടെ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ കടന്നു പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം അതും കൂടി ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ലെങ്തിലേക്ക് പോകും. അതും കൂടെ കേൾക്കുന്ന സമയത്ത് കൃത്യമാണ് എത്രമാത്രം ഭംഗിയായിട്ടാണ് അല്ലെങ്കിൽ പ്രിസൈസ് ആയിട്ട് ഷാർപ്പായിട്ട് സ്പെസിഫിക് ആയിട്ട് ആ ഒരു കൃത്യതയോട് കൂടിയാണ് കലിയുഗത്തിന്റെ ലക്ഷണങ്ങളെ വിവരിച്ചിരിക്കുന്നത് എന്നുള്ളത് കാണാം. ഇപ്പൊ നിങ്ങൾ ഈ കേട്ടത് ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമാണ്, ഒരു ട്രെയിലർ മാത്രമാണ്. ഭാവിയിലേക്ക് നമ്മൾ വരുന്ന വീഡിയോയിൽ തീർച്ചയായിട്ടും വളരെ വിശദമായിട്ട് മറ്റു ഭാഗങ്ങളിൽ കൂടുതൽ സ്പെസിഫിക് ആയിട്ട് ഇൻക്ലൂഡിങ് സൈക്കോളജിക്കൽ സ്റ്റേറ്റ് പോലും വളരെ സബ്റ്റിലായിട്ടുള്ള കാര്യങ്ങളെ പോലും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് പങ്കുവെക്കാനായിട്ട് സാധിക്കും. പ്രപഞ്ചം അതിനു വേണ്ടി അനുവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രമിച്ചിരുന്നു, എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. കലിയുഗത്തിന്റെ ലക്ഷണങ്ങൾ നമുക്ക് മറ്റു മേഖലകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുമുണ്ട്. സർവൈവ് ചെയ്യണമെങ്കിൽ ഒരേ ഒരു വഴി എന്നത് എത്തിക്സോടും മൊറാലിറ്റിയോടും കൂടി ദൈവത്തിന്റെ മുന്നിൽ, മനസാക്ഷിയുടെ മുന്നിൽ നീതിയോടുകൂടി പോവുകയും ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവിടെ വെളിച്ചം കണ്ടെത്തുകയും മാത്രമാണ്. ജ്ഞാനോദയം അല്ലെങ്കിൽ ബോധമണ്ഡലത്തിന്റെ വികാസം മാത്രമാണ് ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മതഗ്രന്ഥങ്ങളെ എല്ലാം അതേപടി ലിറ്ററൽ മീനിങ്ങിൽ എടുക്കുന്നതിനേക്കാളും നല്ലത് അതിൻ്റെ ഉള്ളിൽ ഡീപ്പായിട്ട് എന്ത് അർത്ഥതലങ്ങളാണുള്ളത്. ഇപ്പൊ ആദത്തിന്റെ ഔവയുടെ സ്റ്റോറി പറയുമ്പോൾ അതൊരു മരവും ആദവും ഔവയും ദൈവവും ലൂസിഫറും, ഇനി അതേപോലെ തന്നെ നമ്മൾ ഹൈന്ദവ പുരാണങ്ങളിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ലോർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിലെ വ്യക്തികളും, ഇനി മറ്റേതെങ്കിലും മതമാണെങ്കിൽ ഇസ്ലാം ആയാലും ബുദ്ധിസം ആയാലും ഒക്കെ അതിനെ ആ ലിറ്ററൽ മീനിങ്ങിന് അപ്പുറത്തേക്ക് എന്ത് ഹിഡൻ മീനിങ് ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൂടെ ചിന്തിക്കണം. റീഡിങ് ബിറ്റ്വീൻ ലൈൻസ്, വരികൾക്കിടയിൽ കൂടെ വായിച്ചാൽ മാത്രമേ നല്ലൊരു വായനക്കാരനാവുകയുമുള്ളൂ, സത്യം നമ്മൾക്ക് വെളിവായി വരികയുമുള്ളൂ. കാരണം സത്യം എപ്പോഴും മറഞ്ഞാണ് ഇരിക്കുന്നത്, നുണയാണ് എപ്പോഴും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ സത്യത്തിനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.